ആവില്ലെങ്കിൽ ആ സമയത്ത് അറ്റൻഡൻസ് എടുക്കാതിരിക്കുന്നത്. എന്താണ് ആൾക്കാർ ജോയിൻ ചെയ്യാത്തത്? ക്ലാസ് ഉറപ്പുണ്ടോ? എന്ത് പറ്റി ആൾക്കാർ വളരെ കുറവ്? അറിയില്ല, ഒന്നോട് ഇൻഫോം ചെയ്യാം. 2 മിനിറ്റോടെ നോക്കൂ, ഇല്ലെങ്കിൽ ഗ്യാപ്പിനെ അറ്റൻഡൻസ് എടുക്കാം. Number 1, Abel. 1%. 2, Akhay. Sir, 2%. 3, Abhijit. Absent. 4, Abhishek. 4%, sir. 5, Adarsh. Undo. Absent. 6, Adil. 6. 7, 7. Adit. 7%. 8, Arjun. 8. 9, Ajmal. 9%, sir. 9. 10, Alamin. 10, Alamin. Absent. 11, Albin. Present, sir. 12, Alan Shah. Present, sir. 13, Amal. Absent. 14, Amin. Absent. 15, Sir, Amin. 14%, sir. Sir, 10%. പറയാത്തൊരു ഇപ്പം പറയണ്ട, ഞാൻ തിരിച്ചു പോയില്ല. 15, അമീൻ ഉണ്ടോ? 15 absent. 16, Amish. Sir, 60. Yes. 17, Anandu. Present, sir. 18, 70. Ananya. Present, sir. 19, Anna. Sir, 15. 15 പിന്നെ പറഞ്ഞാൽ മതി. 19, Anna. Absent. 20, Anshad. Present, sir. Yes. 19 ഉണ്ടോ? 19. Yes, sir. Yes. 20. എല്ലാവരും സമയത്തിന് പറയട്ടോ, അല്ലെങ്കിൽ ഞാൻ അവസാന സമയം തരാം. 20, Anshad. നേരത്തെ അൺമ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. 20, Anshad. Present, sir. Yes. 21, Arshad. Present, sir. 22, Ashin. 22. Absent. 23, Ashik. Present, sir. 24, Ashwin. 25, Atul. Present, sir. 26, Atul. Present, sir. 27, Aisha. Absent. 28, Krista. Present, sir. 29, Dia. 29, absent. 30, Dia. Present, sir. 31, Godson. Present, sir. 32, Gautam. Absent. 33, Hari Lakshmi. Absent. 34, 35, Rishikesh. 35. 36, Jinunath. Present, sir. 37, Maruf. 37. 38, Manasa. Absent. 39, Mazin. Present, sir. 40, Mohammad Hussain. 40 ഉണ്ടാവില്ല. Absent. 41, Nihal. Mohammed 41. Nihal. 42, Mohammed Suhail. 42, Mohammed Suhail. Absent. 43, Mohammed Jabir. 43. Present, sir. 44, Mohammed Rayhan. Present, Hello, sir. 45, Mohammed Shanis. sir. 27%. ഇപ്പൊ പറയണ്ട, ഞാൻ ഇടയ്ക്ക് സമയം തരാം. 45, Shanis. Absent. 46, Nathan. 46. 46. Yes. 47, Navneet. 47. 48, Naveen. 48. 49, Navya. Yes, sir. Present. 50, Neeraj. Absent. 51, Nihal. Present, sir. 52, Meeramayan. Present, sir. 53, Niranjana. Present, sir. 54, Noel. Present, sir. 55, Parthiv. Present, sir. 56, Pranav.
56 absent. 57 Surya. Present, sir. 58 Renish. Present, sir. 59 Rishikesh. Present, sir. 60 Ruben. Present, sir. 61 Karthikeyan. Present, sir. 62 Khaja Hussain. Sir, present. 63 Sanish. Present, sir. 64 Sharon. Present, sir. 65 Sravan. Present, sir. 66 Said Mohammed. Present, sir. 67 Vivek. Absent 68 Yadu Krishna. Present, sir. 69 Rishi. Present, sir. 70 Atul. Present, sir. 71 Mohammed Nasif. 71 71 absent. 72 Abhay. 72. 73 Atul. 73 absent. 74 Surya. 74 absent. ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് വർക്ക് തരുന്ന സമയത്ത് ഞാൻ അറ്റൻഡൻസ് പറയാത്തവർക്ക് പറയാൻ ഒരവസരം തരാം. ഇനി അതും പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിച്ചാൽ ക്ലാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം റൈറ്റ്. അപ്പോൾ നമുക്കിനി 2 സെഷനാണ്. നാളെ ക്ലാസ് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അവറും ലാസ്റ്റ് ഒരു അവറും, അതുകൊണ്ട് നമ്മുടെ സീരീസിനുള്ള ടോപ്പിക്സ് എല്ലാം തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന 2 കാര്യമാണ്. ഒന്ന്, ഈ സെഷനിൽ തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്യുവൽ. എന്താണ് ഇത്, ഡ്യുവലിന്റെ ഒരു മീനിങ് എന്താണ്, അപ്പോൾ അതാണ് ആദ്യം പറയുന്നത്. 2 എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അത് സമയം ഇതിനനുസരിച്ച് നമുക്ക് ഈ അവരും അടുത്തവരായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നേരെ ഇതിലേക്ക് കടക്കാം. ഇപ്പോൾ എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്യുവൽ. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. ഒരു പ്രൈമലും ഉണ്ട്, ഒരു ഡ്യുവലും ഉണ്ട്. നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തൊരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഈ സോൾവ് ചെയ്ത ഈ പ്രോബ്ലം നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്. x1 = 2, x2 = 3. നമ്മൾ ഏറ്റവും ആദ്യം സോൾവ് ചെയ്ത പ്രോബ്ലം ആണ്. ഇതിന്റെ ഗ്രാഫിക്കലും നമ്മൾ സോൾവ് ചെയ്തിരുന്നു, ഇതിന്റെ സിംപ്ലക്സും നമ്മൾ സോൾവ് ചെയ്തിരുന്നു. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാവോ? വോയിസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇച്ചിരി നോയ്സി ആയിട്ടുള്ള പ്ലേസിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പം ഇത് നമ്മൾ സോൾവ് ചെയ്താണ്. x1 = 2, x2 = 3. ഇപ്പം ഞാൻ അതിന്റെ താഴെ അതിന്റെ ഡ്യുവൽ എഴുതിയിട്ടുണ്ട്. ഒരു സിമ്പിൾ ഡ്യുവലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ആ ഡ്യുവലിന്റെ ആണ് ഞാൻ വയലറ്റ് കളറിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം. ഈ ഡ്യുവൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y1ന്റെയും y2ന്റെയും വാല്യൂ നമുക്ക് 3ഉം 1ഉം കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഇത് എങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആപ്പ് ഉണ്ട്, ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫോർമുലേഷൻ എഴുതാം. ഇത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു ഇത് പറയുകയാണ്. ആപ്പ് എടുക്കുക, ആപ്പ് നമ്മൾ ടൈപ്പ് ചെയ്യുക, ആപ്പിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കിട്ടും. ഇപ്പോൾ പ്രൈമലാണെങ്കിൽ പ്രൈമലിന്റെ വാല്യൂസ് എൻ്റർ ചെയ്യുക, ഡ്യുവൽ ആണെങ്കിൽ ഡ്യുവലിന്റെ കോഷ്യൻസ് എൻ്റർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം പെട്ടെന്നൊന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. എൻ്റെ ഇവിടുത്തെ സോൾവറിനകത്ത്. ഓക്കെ, എൻ്റെ സോൾവർ ഞാൻ കേൾക്കുന്നു, ഏതെങ്കിലും ഒരു സോൾവർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആണോ? അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ആ ഡ്യുവലിന്റെ പ്രോബ്ലമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒറിജിനൽ ഡ്യുവൽ കാണുന്നില്ല. അപ്പോൾ ഫസ്റ്റ് പ്രൈമിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത് ഡ്യുവലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാക്സിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന മിനിമൈസേഷനായി മാറും. അപ്പോൾ ഞാൻ ഇതിനകത്ത് മിനിമൈസേഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് നോക്കി കൊടുക്കാം. നമ്മൾ ക്ലാസ്സിൽ ഒരു ആപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മിനിമൈസ് z = 5y1 + 12y2 എന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കോഷ്യൻസ് ഞാൻ ചേഞ്ച് ചെയ്യാണ്. 5y1 + 12y2. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 5y1 + 12y2 എന്ന് ഞാൻ എഴുതി. ഇത് ഡ്യുവലിന്റെ പ്രോബ്ലം ആണ്. ബേസിക്കലി w-ഉം y-ഉം ആണ് ഉപയോഗിക്കുന്നത്. y ഞാൻ x തന്നെ നിലനിർത്തുകയാണ്. നിങ്ങൾക്ക് വേണം y ആക്കണമെങ്കിൽ y ആക്കാം, നിർബന്ധമില്ല. നമുക്ക് ആക്ച്വലി വാല്യൂസ് കിട്ടിയാൽ മതിയല്ലോ. ഇതിന്റെ കോഷ്യൻസ് ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൺസ്ട്രെയിൻ y1 + 3y2 ആണ്. അപ്പോൾ ഞാൻ x1 + 3x2 മാറ്റി y1 + 3y2 >
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ് വരുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. രണ്ടാമത്തെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് y1 പ്ലസ് 2y2. അപ്പം y1 എന്ന് പറയുന്നത് x1 തന്നെ ഇട്ടു, y1 പ്ലസ് 2y2, y1 പ്ലസ് 2y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഇതാണ് വരുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. നിങ്ങൾക്ക് ഈ ഒറിജിനൽ പ്രോബ്ലം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഡ്യുവലിനകത്തുനിന്ന് പ്രൈമറി നമുക്ക് വായിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ പ്രോബ്ലം 6x1 പ്ലസ് 5x2 z ഈക്വൽ ടു മാക്സിമൈസ് z ഈക്വൽ ടു 6x1 പ്ലസ് 5x2 എന്നാണ് ഒറിജിനൽ പ്രോബ്ലം. സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് എന്താണ്? ഒന്ന് ഫസ്റ്റിന്റെ കോഎഫിഷ്യന്റ് x1 പ്ലസ് x2 രണ്ടിന്റെയും 1 ആണ്. അപ്പോൾ x1 പ്ലസ് x2 എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നിന്നുള്ള 5 x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. രണ്ടാമത്തെന്ന് വെച്ചാൽ 3x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. കോളം വൈസ് ട്രാൻസ്പോസ് ആണെന്നുള്ള ഓർക്കുക. ജസ്റ്റ് സോൾവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും. ഇവിടെ x1 ഈക്വൽ ടു 3 എന്നും കിട്ടി, x2 ഈക്വൽ ടു 1 എന്നും കിട്ടി. എന്നുവെച്ചാൽ നമ്മുടെ ഡിവന്റെ പ്രോബ്ലം ബേസിക്കലി y1 ഈക്വൽ ടു 3, y2 ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഡിവന്റെ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അറിഞ്ഞിടാത്തവർ നിങ്ങൾ ആ സോൾവർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ നോട്ട്സ് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൈമറിന്റെ പ്രോബ്ലം നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ഡ്യുവൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഡ്യുവൽ ഞാൻ നേരിട്ട് സോൾവറിനകത്ത് ഇട്ടു. എനിക്ക് കിട്ടിയ വാല്യൂ ആണ് y1 ഈക്വൽ ടു 3 y2 ഈക്വൽ ടു 1 എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിലവിൽ അറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഈ y1 ഈക്വൽ ടു 3യുടെ മീനിങ് അക്കോർഡിംഗ് ടു ദിസ് പ്രോബ്ലം എന്നുള്ളതാണ് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാൻ പോകുന്നത്. അതുപോലെ y2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ പ്രൈമൽ പ്രോബ്ലത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാവേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഈ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു റിസോഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇത് ടോട്ടൽ 2 പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 പ്രോഡക്റ്റ് മിൽമ, തൈരും പാലും 2 പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമുക്കുള്ള പാലിൽ നിന്നാണ് 2 ഉണ്ടാക്കുന്നതെങ്കിൽ 5 ടോട്ടൽ യൂണിറ്റ് ഉള്ളത്. അതിനകത്തുനിന്ന് എത്ര തൈരും എത്ര പാക്കറ്റ് പാലും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 5 ലിറ്റർ ആണ് ടോട്ടൽ വിചാരിക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ കൺസ്ട്രെയിന്റ്. ഇതിന്റെ കൂടെ നമ്മൾ 1 ലിറ്റർ പാൽ ആഡ് ചെയ്തു വിചാരിക്കുക. എക്സ്ട്രാ 1 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നമുക്ക് എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് മാറാൻ പോകുന്നത്? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ റിസോഴ്സ് മാറ്റാമല്ലോ. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ റിസോഴ്സ് മേടിക്കാം. എക്സ്ട്രാ പാല് നമുക്ക് മേടിച്ച ശേഷം കൂടുതൽ x1 കൂടുതൽ x2 നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് എന്തുമാത്രം കൂടും? ഇതാണ് നമ്മൾ നോക്കുന്നത്. നിലവിലുള്ള പ്രോഫിറ്റ് എത്രയാണ്? നിലവിലുള്ള പ്രോഫിറ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. z ഈക്വൽ ടു നിലവിലുള്ള പ്രോഫിറ്റ് ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട് നോക്കിയിട്ട് ആർക്കും വോളണ്ടിയർ കേട്ടോ. ഇനി കൂടുതൽ ആൾക്കാരായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്തോളൂ. അതാകുമ്പോഴത്തേക്ക് എത്ര വരുന്നത്? 27. ഓക്കെ, ശരിയാണോ? 27. ആരെങ്കിലും ഒരാളും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക 27 ആണോന്ന്. ഓക്കെ, ഒരാൾ തംസപ്പ് അടിച്ചു. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടോ ആവോ, അവർക്ക് നോട്ട് ഉണ്ടോ ആവോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ പ്രോബ്ലം ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ടവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്ട്രെയിന്റ് മാറ്റി 5 എന്ന് പറയുന്നത് ഞാൻ 6 ആക്കാൻ പോവാണ്. ഫസ്റ്റ് കൺസ്ട്രെയിന്റ് x1 പ്ലസ് x2 6. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? സൊല്യൂഷന് മാറ്റം ഉണ്ടാവോ? ഈ സൈഡിന്റെ വാല്യൂ എങ്ങനെ മാറും? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ലെറ്റ്സ് സോൾവ് ദാറ്റ് ഇൻ ദ സോൾവർ. എന്നിട്ടൊന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോൾവർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സോൾവർ എവിടെ? സോൾവർ സ്ക്രീനിൽ വന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നു. z ഈക്വൽ ടു 6x1 പ്ലസ് 5x2 എന്നാണ് നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം. 6x1 പ്ലസ് 5x2 നിങ്ങളുടെ നോട്ടിലുള്ള ആദ്യത്തെ പ്രോബ്ലം ആണ്. ആർക്കെങ്കിലും നോക്കണമെങ്കിൽ നോക്കാം. എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. ആദ്യത്തെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് 5, രണ്ടാമത്തത്
അപ് ടു 12 ആണുള്ളത്. രണ്ടാമത്തത് ലേബർ ആണെന്ന് വിചാരിക്കുക. കൺസ്ട്രെയിന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ആദ്യത്തെ x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. രണ്ടാമത്തെ 3x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇതാണ് നമ്മുടെ രണ്ട് കൺസ്ട്രെയിന്റ്. ഓക്കെ, മാക്സിമം ഇത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ x1 ഈക്വൽ ടു 2, x2 ഈക്വൽ ടു 3 കിട്ടി. z ഈക്വൽ ടു 27. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ 5ന്റെ കൂടെ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് അവിടെ ഞാൻ 6 ആഡ് ചെയ്തു. ഫസ്റ്റ് കൺസ്ട്രെയിന്റ് അവിടെ ഞാൻ 6 ആഡ് ചെയ്തു. ഫസ്റ്റ് കൺസ്ട്രെയിന്റ് 6 പ്ലസ് 1 നമ്മൾ സോൾവ് ചെയ്യാണ്. സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് ഇതൊരു സൊല്യൂഷൻ കിട്ടി. ഞാൻ സൊല്യൂഷനിലേക്ക് തൽക്കാലം ഞാൻ നോക്കുന്നില്ല. ഞാൻ സെഡിന്റെ വാല്യൂ ആണ് നോക്കുന്നത്. സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 30 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സെഡിന്റെ വാല്യൂ 30. അത് എല്ലാവരും ഒന്ന് ബുക്കിലൊന്ന് എഴുതി വെക്കുക. അതായത് 5 6 ആയപ്പോൾ സെഡിന്റെ വാല്യൂ 30. ഞാൻ തിരിച്ച് 5ലേക്ക് കൊണ്ടുവന്നു. ഇത് 12 ഞാൻ 13 ആക്കി. ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇത് സോൾവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എത്രയാണ് എനിക്ക് സെഡിന്റെ വാല്യൂ കിട്ടുന്നത്? സെഡിന്റെ വാല്യൂ 28 ആണ് കിട്ടുന്നത്. ഇപ്പൊ രണ്ട് വാല്യൂ ആണ് എനിക്കുള്ളത്. ആദ്യം ഫസ്റ്റ് കൺസ്ട്രെയിന്റ് 5 6 ആക്കിയപ്പോൾ എനിക്ക് സെഡിന്റെ വാല്യൂ 30 കിട്ടി. രണ്ടാമത്തെ കൺസ്ട്രെയിന്റ് ഒന്ന് കൂട്ടിയപ്പോഴത്തേക്ക് 12 13 ആയപ്പോൾ എനിക്ക് സെഡിന്റെ വാല്യൂ 28 കിട്ടി. ഈ രണ്ട് വാല്യൂസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുക. ഓരോ കൺസ്ട്രെയിന്റ് ഓരോന്ന് കൂട്ടിയപ്പോൾ കിട്ടിയിരിക്കുന്ന സെഡിന്റെ വാല്യൂ ആണ്. ഇനി ഞാൻ നേരെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു പോവുക. ഓക്കെ, സോ present something else in the paper. സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചേഞ്ചസ് ഞാനൊന്ന് കളർ കോഡ് ചെയ്ത് എഴുതാൻ ശ്രമിക്കാം. ആദ്യത്തെ കൺസ്ട്രെയിന്റ് +1 ഞാൻ കൂട്ടിയപ്പോൾ 5 + 1 കൂട്ടിയപ്പോൾ നമ്മുടെ സെഡിന്റെ വാല്യൂ എന്തായി? സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 38. ഞാൻ 27 + 3 എന്ന് എഴുതാൻ പോവാണ്. ജസ്റ്റ് ഫോർ 27 + 3. ഇനി രണ്ടാമത്തത് നമുക്ക് വേറൊരു കളർ കോഡ് ഉപയോഗിക്കാം. എന്തെന്റെ കളർ? ലൈറ്റ് ബ്ലൂ. 12 + 1 ഞാൻ കൂട്ടിയപ്പോൾ 12 + 1 കൂട്ടുമ്പോൾ ഇത് ഞാൻ 5 + 1 അല്ല, ഇത് 5 തന്നെയായിട്ടാണ് നിലനിർത്തുന്നത്. ഓരോന്ന് ഇൻഡിപെൻഡന്റ്ലി മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അത് ഞാൻ തൽക്കാലം അവിടെ എഴുതി വെക്കുമ്പോൾ അത് കാണുന്നില്ലെങ്കിൽ ഇതെന്ന് പറയുമ്പോൾ 27 + 1 28 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ഈ മുദ്ര ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? ആദ്യത്തെ കൺസ്ട്രെയിന്റ് നമ്മൾ 1 കൂട്ടിയപ്പോൾ നമ്മുടെ ഇവിടെ ഇൻക്രീസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, സെഡ്. രണ്ടാമത്തെ കൺസ്ട്രെയിന്റ് 1 കൂട്ടിയപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്ത വാല്യൂ 1 ആണ്. ഈ 3ഉം 1ഉം എന്ന് പറയുന്നത് എന്താണ്? എവിടെ ഉള്ളതാണ്? ഈ 3ഉം ഈ 1ഉം ആണ്. ബേസിക്കലി ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യുവലിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y1 എന്ന് പറയുന്നത് ആദ്യത്തെ കൺസ്ട്രെയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യുവൽ വാല്യൂ ആണ്, അല്ലെ? ഇവിടെ എത്ര കൺസ്ട്രെയിന്റ് ഉണ്ടോ അത്രയും ഡ്യുവൽ വേരിയബിൾസ് ആണ് കാണുന്നത്. അപ്പൊ ആദ്യത്തെ കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡ്യുവൽ വേരിയബിൾ ആണ്. രണ്ടാമത്തെ കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡ്യുവൽ വേരിയബിൾ ആണ്. നമുക്ക് ഇതിൽ കളർ കോഡ് ചെയ്യാം, അല്ലെ? ജോലിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് റെഡ് എവിടെ? റെഡ്. രണ്ടാമത്തത് അത് ബ്ലൂ തന്നെയാണ്. സോ നോ. അപ്പോൾ സംഭവം നിങ്ങൾക്ക് കത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്ക് എക്സ്ട്രാ റിസോഴ്സ് നമ്മൾ മേടിക്കാൻ തീരുമാനിക്കുകയാണ്. ആദ്യത്തെ കൺസ്ട്രെയിന്റ് ഒരു റിസോഴ്സ് നമ്മൾ എക്സ്ട്രാ മേടിച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് എന്തുമാത്രം കൂടും? അത് 3 കൂടുന്നത്. ആ 3. രണ്ടാമത്തെ കൺസ്ട്രെയിന്റ് നമ്മൾ 1 കൂട്ടുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്തുമാത്രം കൂടും? അത് 1 യൂണിറ്റാണ് അത് കൂടുന്നത്. ഇതാണ് നമുക്ക് എസെൻഷ്യലി മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇത്രയും കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഓക്കെ എന്നൊരു ഫീഡ്ബാക്ക് തന്നാൽ കൊള്ളാം. ഇല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇപ്പം 1 ക്വാണ്ടിറ്റി വെച്ചല്ലേ കൂട്ടിയിരിക്കുന്നത്? അതെ. അടുത്ത് ഇപ്പം രണ്ടിടത്തും 2 ക്വാണ്ടിറ്റിയെ കൂട്ടുന്നെങ്കിൽ അപ്പോൾ 3യുടെയും 1ന്റെയും ട്വൈസ് മൾട്ടിപ്പിൾ ആണോ വരുന്നത്? അതോ 3 1 ആയിട്ട് കൊടുത്തു? Okay, that's a good question. I'll answer this while we discuss the sensitivity analysis. Okay, അപ്പം ഇത് അതായത് നമ്മുടെ ഈ പറയുന്ന കൺസ്ട്രെയിൻസിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ
ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും സൊല്യൂഷനും എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഈ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഹൗ സെൻസിറ്റീവ് അവർ സൊല്യൂഷൻ ആൻഡ് ഒപ്റ്റിമം സൊല്യൂഷൻ ഇസ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ്ലി നമ്മൾ കൂട്ടിയാൽ എന്ത് സംഭവിക്കും, മൾട്ടിപ്പിൾ സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടും, അതിന് ഒരു മാത്തമാറ്റിക്കൽ ഫോമുല ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുകയോ കുറയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഇത് ഇൻഡെഫിനിറ്റ്ലി നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, ഇതൊരു റേഞ്ചിലേ കൂട്ടാൻ പറ്റും. ഇത് കുറെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ ഇതെല്ലാം മാറും, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എല്ലാം മാറും. അപ്പൊ അതും അതുപോലത്തുള്ള കാര്യങ്ങളെല്ലാം, അതിന്റെ ന്യൂവാൻസസ് എല്ലാം നമുക്ക് സെൻസിറ്റിവിറ്റി അനാലിസിസിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക, ഇവിടെ ഒന്ന് കൂടിയാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വാല്യൂ ഇത്രയും കൂടും, ഇവിടെ ഒന്ന് കൂടിയാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ഇത്രയോ കൂടും. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു സിമ്പിൾസ്, ഈ ഒരു സാധനത്തിന്റെ എന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കുകയാണ്, ശരിയാണല്ലോ, ഇവിടെ 1 ലിറ്റർ പാല് നമ്മൾ മേടിച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര കൂടും? 3 കൂടും. നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണമല്ലോ. അപ്പൊ ശരി, ഞാൻ മേടിക്കാൻ തീരുമാനിച്ച മാർക്കറ്റിൽ പോവാണ്. നമ്മുടെ പ്രോഫിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? പാല് മേടിക്കാൻ തീരുമാനിച്ചു. 1 യൂണിറ്റ് 1 ലിറ്റർ പാല് മേടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ മാർക്കറ്റിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, മാർക്കറ്റിൽ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് എന്താണ്, ഒരിടത്ത് മറ്റേ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ പാലിന്റെ വില എന്ന് പറയുന്നത് 2 ലിറ്റർ 2 രൂപയാണ്. 2 rupees പെർ ലിറ്റർ, 1 ലിറ്റർ ഫോർ 1 ലിറ്റർ. നമ്മൾ പാല് മേടിക്കണമെന്ന് റിസോഴ്സ് എക്സ്ട്രാ പൈസ കൊടുത്തേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2 രൂപയാണ് നമ്മുടെ 1 ലിറ്റർ പാലിനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മേടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ 1 ലിറ്റർ പാല് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എത്ര കൂടും? നമ്മുടെ പ്രോഫിറ്റ് 3 കൂടും. ഓക്കെ, അപ്പൊ 3 കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യണം? ഇവിടെ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 രൂപ കിട്ടും, എന്ന് വെച്ചാൽ 1 രൂപ ലാഭം കിട്ടും എന്നുള്ളതാണ് എന്റെ കഥ. ഈ റിസോഴ്സ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കാശ് മുടക്കണം. ആ കാശ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണ്, ഇത് എത്ര പൈസയാണ്. 2 രൂപയാണെങ്കിൽ ഓക്കെ, ബൈ ചെയ്യുക, 1 രൂപ എക്സ്ട്രാ ലാഭം മേടിക്കുക. ഇനി നമ്മൾ കടയിൽ പോയി നോക്കുകയാണ്, കടയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് 1 രൂപയാണെന്ന് വിചാരിക്കാം. 1 രൂപയാകുമ്പോഴത്തേക്ക് എന്താണ്, വീണ്ടും എന്താണ്, ഇവിടെ 1 രൂപ മുടക്കുക. 1 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 ലിറ്റർ പാല് നമുക്ക് കൂട്ടാം. 1 ലിറ്റർ പാല് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 രൂപ എക്സ്ട്രാ ലാഭം കിട്ടും. വിച്ച് മീൻസ് നമുക്ക് 2 രൂപ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഈ 1 ലിറ്റർ വാങ്ങിച്ചാൽ നമുക്ക് ഉണ്ടാക്കാം, പ്രൊവൈഡഡ് 1 രൂപയാണ് നമ്മുടെ പാലിന്റെ വിലയാണ്. ഇനി ഒരു ദിവസം പോയി നോക്കുകയാണ്, 3 രൂപയാണ് വില. അപ്പൊ 3 രൂപയാണ് നമ്മുടെ വിലയെങ്കിൽ എന്താണ്, നമ്മൾ ഈ 3 രൂപയ്ക്ക് ഈ സാധനം മേടിച്ചു. അപ്പൊ 1 ലിറ്റർ നമ്മൾ കൂട്ടി, 1 ലിറ്റർ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റി? 3 രൂപ പ്രോഫിറ്റ് കിട്ടി. എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റും ലോസും ഒന്നുമില്ല ആ ഒരു ഡിസിഷൻ എടുത്തതിന്റെ പേര്. അപ്പൊ ബേസിക്കലി നമ്മൾ ഈ വാല്യൂ നോക്കേണ്ടത് എന്താണ്, 1 യൂണിറ്റ് കൂട്ടിയാൽ എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഈ വാല്യൂ തരുന്ന ആ പർട്ടിക്കുലർ കൺസ്ട്രെയിന്റ്. അല്ലെങ്കിൽ നേരെ തിരിച്ചു പറഞ്ഞാൽ 3 രൂപയാണെങ്കിൽ വരെ നമുക്ക് ഈ റിസോഴ്സ് മേടിച്ചാൽ ലാഭം കിട്ടും, അല്ലെങ്കിൽ നഷ്ടമില്ലാത്ത രീതിയിൽ പോകും. ഈ പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്, ഇതാണ് ഇതിന്റെ പ്രൈസ്. പുറത്ത് പോയി കടയിൽ പോയി സാധനം മേടിക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാവുന്ന പ്രൈസാണ് ഈ 3 രൂപ. എങ്കിലേ നിങ്ങൾക്ക് നഷ്ടമില്ലാതെ പോകാൻ പറ്റും. അതിന് താഴെയാണെങ്കിൽ നിങ്ങൾ ലാഭമാണ്. ഈ കേസിലാണെങ്കിലോ, ഇവിടെ ഈ രണ്ടാമത്തെ റിസോഴ്സ് നിങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ 1 രൂപയ്ക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ലാഭമാകത്തുള്ളൂ, അല്ലെങ്കിൽ അത് താഴെയാണെങ്കിൽ ലാഭമാവും. അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അട്ടർ ഫ്ലോപ്പാണ്, നഷ്ടമാണ്, അത് പോയത്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ഈ പൈസ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് മാക്സിമം ഇവിടെ കൊടുക്കാവുന്ന പൈസയാണ് ഈ റിസോഴ്സ് 1 യൂണിറ്റ് മേടിക്കുക. അതിൽ കൂടിയാൽ മാർക്കറ്റിൽ അതിൽ കൂടിക്കഴിഞ്ഞാൽ മേടിക്കരുത്, നഷ്ടമാണ് എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ ഡ്യുവലിന്റെ പ്രൈസ്. 2 പേർക്ക് പറയാം, ഇവിടെ 1 യൂണിറ്റ് കൂട്ടിയാൽ എത്ര പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമെന്നും പറയാം. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ മാർക്കറ്റ്. അപ്പൊ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, ഇത് 1 യൂണിറ്റ് മേടിക്കാൻ മാക്സിമം എത്ര പൈസ കൊടുക്കാം? 3 രൂപ കൊടുക്കാം എന്നുള്ളതാണ് ഈ 2 ഇന്റർപ്രിട്ടേഷൻസ്. ഓക്കെ,
അപ്പോൾ ഇത് ഒരു ക്ലാരിറ്റി വന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാണ്. ദ വാല്യൂ ഓഫ് ദ ഡ്യുവൽ വേരിയബിൾ അറ്റ് ദ ഒപ്റ്റിമം. ഇത് ഒപ്റ്റിമലിലാണ് കേട്ടോ. ഇത് ഒപ്റ്റിമൽ സൊല്യൂഷന്റെ അവിടെ മാത്രമേ ഈ ഡ്യുവലിന്റെ ഈ ഇന്റർപ്രിട്ടേഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ സിംപ്ലക്സ് ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസിലൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അറ്റ് ദി ഒപ്റ്റിമം എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. The value of the dual variable at the optimum is the change in objective function. അതായത് ഇസഡിന്റെ വാല്യൂ എത്ര? 3 കോടി ചേഞ്ച് ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഓഫ് റിസോഴ്സ്. എന്ന് വെച്ചാൽ ഒരു സാധനം 5 നിന്ന് 6 ആയപ്പോഴത്തേക്ക് എത്ര 3 രൂപ ഒബ്ജക്റ്റീവ് ഇസഡിന്റെ വാല്യൂ 3 രൂപ കൂടി എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റിന്റെ സമ്മറി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തിനകത്ത് ഇഫ് യു ഹാവ് ടു ബൈ ദ റിസോഴ്സ് we will be willing to pay a maximum of ₹3. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എന്ന് വെച്ചാൽ y1ന്റെ വാല്യൂ 3 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കടയിൽ പോയി ആ റിസോഴ്സ് മേടിക്കണമെങ്കിൽ 3 രൂപ വരെ കൊടുക്കാം. 3 രൂപ വരെ കൊടുത്താൽ എന്താണ്? ഇസഡിന്റെ വാല്യൂ 3 രൂപ കിട്ടുന്നുണ്ട്, നെറ്റ് നമുക്ക് നഷ്ടമൊന്നുമില്ല എന്നുള്ളതാണ് അത്. അപ്പോൾ വാല്യൂ ഓഫ് ദ ഡ്യുവൽ വേരിയബിൾ ഇസ് എ മാർജിനൽ വാല്യൂ. എന്ന് വെച്ചാൽ എത്രയാണ് മാർജിൻ കിട്ടാൻ പോകുന്നത്? മാർജിനൽ വാല്യൂ ഓഫ് ദ കറസ്പോണ്ടിങ് റിസോഴ്സ് അറ്റ് ദി ഒപ്റ്റിമം. വാല്യൂ ഓഫ് ദ ഡ്യുവൽ വേരിയബിൾ ഇസ് എ മാർജിനൽ വാല്യൂ. ഇതിന് മറ്റൊരു പേരും കൂടെ നമ്മൾ സാധാരണ പറയും. അതിന്റെ പേര് ഷാഡോ പ്രൈസ് എന്നാണ്. വാല്യൂ ഓഫ് ദ ഡ്യുവൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് ഷാഡോ പ്രൈസ്. എന്നുവെച്ചാൽ എത്ര നമ്മൾ കൊടുക്കണം, ഈ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമില്ലാതെ പോകാനുള്ള, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് കൊടുത്താൽ ലാഭം കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ഡ്യുവലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിരുത്തി ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കുക. ഞാൻ പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് തന്നോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി ഞാൻ സെൻസിറ്റിവിറ്റി അനാലിസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഒരു കേസും കൂടെ പറയാം. അതായത് ഇവിടെ 3 കൺസ്ട്രെയിൻസ് ഉണ്ട്, 1, 2, 3. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഡ്യുവൽ വേരിയബിൾസും ഉണ്ടാവും. 1, 2, 3, y1, y2, y3. ഓരോ കൺസ്ട്രെയിൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് y1, y2, y3. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 = 6, x2 = 6. അപ്പൊ നിങ്ങൾ മറ്റേ ആപ്പിനകത്ത് ഇട്ട് നോക്കുക, അതിന്റെ സൊല്യൂഷൻ എടുത്ത് നോക്കുക. x1 = 6, x2 = 6 നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഡ്യുവൽ എല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്യുവലിന്റെ സൊല്യൂഷനും കണ്ടു. അപ്പൊ y1 = 1, y2 = 1, y3 = 0 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ y3 = 0 എന്ന് നമ്മൾ കാണാം. നമ്മൾ ഇത് നേരത്തെ കണ്ടിട്ടില്ല. അത് മാത്രമല്ല എന്താണ്, ഓക്കെ, അപ്പൊ എന്താണ് ഈ y3 = 0 എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ മീനിങ്, ഇപ്പൊ y1 = 1 ഉം y2 = 1 എന്നും പറയുന്നതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ റിസോഴ്സ് ഒന്ന് കൂട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ പറയാൻ ശ്രമിക്കുന്നത്. അതാണല്ലോ നമ്മുടെ ഡ്യുവലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ സെഡിന്റെ വാല്യൂ ഇവിടെ 1 ഇൻക്രീസ് ചെയ്യും, +1 ആയി മാറും, z+1 ആയി മാറും. ഇവിടെയും 1 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സെഡിന്റെ വാല്യൂ +1, ഇവിടെ 1 ആയതുകൊണ്ട് z+1 ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമുക്കറിയാവുന്നത്. മൂന്നാമത്തെ കേസിൽ എന്താണെന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ 1 കൂട്ടിയാൽ സെഡിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. സെഡിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യില്ല, 0 ആണ് എന്നാണ് ആ പറയുന്നതിന്റെ മീനിങ്. ബേസിക്കലി സെഡിന്റെ വാല്യൂ 0 ആണെന്നല്ല നമ്മൾ ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കേണ്ടത്. നമ്മൾ വായിച്ചെടുക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ റിസോഴ്സ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദിസ് റിസോഴ്സ് ഈസ് നോട്ട് ഫുള്ളി യൂട്ടിലൈസ്ഡ്. എങ്ങനെ നമുക്ക് മനസ്സിലായി? നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ x1 = 6, x2 = 6 ആണ്. അപ്പൊ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് 6 + 4 × 6 24, 6, 30 = 30 ആണ്. അപ്പൊ 30 <= 36 എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്, ഈ മൂന്നാമത്തെ കൺസ്ട്രെയിന്റ്.
എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു സ്ലാക്ക് ഉണ്ട് 30 പ്ലസ്, ഞാൻ ആ സ്ലാക്ക് നീലയിൽ എഴുതാം. 30 പ്ലസ് 6 ആണ് ഈക്വൽ ടു 36. 30 പ്ലസ് 6 ഈക്വൽ ടു 36. അപ്പൊ ആ 6 എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്മുടെ സ്ലാക്ക്. എന്ന് വെച്ചാൽ ഈ 36-ല് 30 ഉപയോഗിച്ചിട്ടുള്ളൂ, 6 ഇനിയും കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ വെളിയിൽ പോയിട്ട് എക്സ്ട്രാ റിസോഴ്സ് വാങ്ങിക്കാവോ? നെവർ ഡു, അല്ലേ? ഈ 6 ആദ്യം നിങ്ങൾ ഉപയോഗിച്ച് തീർത്തിട്ട് വേണ്ടേ പുതിയ സാധനം മേടിക്കാൻ. അതാണ് ഇതിന്റെ മീനിങ്. ഇവിടെ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് റിസോഴ്സ് ഇസ് നോട്ട് ഫുള്ളി യൂട്ടിലൈസ്ഡ്, ദർ ഇസ് എ സ്ലാക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എക്സ്ട്രാ ഒരെണ്ണം മേടിക്കാന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? നഷ്ടമാണ്. അത്രയും മേടിക്കരുത്. അവിടെ മേടിക്കുന്ന ബേസിക്കലി ആ റിസോഴ്സ് ഇസഡിനകത്തുനിന്ന് സത്യം പറഞ്ഞാൽ കുറയുക എന്നുള്ളതാണ് ആ വാല്യൂ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പോയിന്റ്സിനകത്ത് എഴുതിയിട്ടില്ല, അപ്പൊ അതും കൂടെ നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതാൻ ശ്രമിക്കാം. ഇഫ് എന്താണ് yi equal to 0, then it means corresponding resource is not fully utilized. Is not fully utilized. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്യുവൽ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി വാല്യൂ ഉള്ളതിന് നമ്മൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കഥ പറഞ്ഞു. അതേപോലെ വാല്യൂ 0 ആണെങ്കിൽ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ അത്രയാണ് എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്യുവൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത്ര ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പുതിയൊരു ടേം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഷാഡോ പ്രൈസ്. എന്ന് വെച്ചാൽ ഡ്യുവലിന്റെ വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് ഷാഡോ പ്രൈസ്. വിച്ച് മീൻസ് ഇവിടുത്തെ ഷാഡോ പ്രൈസസ് എന്ന് പറയുന്നത് y1 ഈക്വൽ ടു 1, y2 ഈക്വൽ ടു 1, y3 ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഷാഡോ പ്രൈസസ്. ഇവിടുത്തെ ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, y1 ഈക്വൽ ടു 3ഉം y2 ഈക്വൽ ടു 1 ആണ് ഇവിടുത്തെ ഷാഡോ പ്രൈസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്യുവൽ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് 10 മിനിറ്റ് കൂടെ നമുക്ക് സെൻസിറ്റിവിറ്റി അനാലിസിസിലേക്ക് ഒന്ന് തുടങ്ങി വയ്ക്കാം. എന്നിട്ട് ബാക്കി തീർന്നില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് അവറിൽ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഞാൻ സ്ക്രീനിലൊരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു ഒരു ടെക്സ്റ്റിനകത്ത് നിന്ന് എടുത്ത ഒരു പ്രോബ്ലമാണ് ഇതിനകത്ത്. ഞാൻ ആ ടെക്സ്റ്റിന്റെ ആ സെക്ഷൻ ഞാൻ ഫുള്ളി നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ റീഡിങ് വേണമെങ്കിൽ അതിനകത്തൊന്ന് വായിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മറ്റേ ശ്രീനിവാസൻ സാറിന്റെ വീഡിയോയ്ക്കകത്തുണ്ട്. ആർക്കെങ്കിലും ഫർദർ റെഫറൻസ് ആണെങ്കിൽ അതിനകത്ത് കാണാം. ഓക്കെ, ലെക്ചേഴ്സിന്റെ സബ്സിക്വന്റ് ലെക്ചേഴ്സിലേക്ക് നോക്കിയാൽ മതി. എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്യുവൽ എന്ന് പറയുന്നിടത്ത് ഈ 2 പ്രോബ്ലം സാർ അത് ഡിസ്കസ് ചെയ്യുന്ന ഇതിനകത്താണ്. ആ വീഡിയോ വേണമെങ്കിൽ കാണാം. ചിലപ്പോൾ ഇച്ചിരി ഓവർവെൽമിംഗ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ എന്നാലും ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ടെക്സ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. ഇത് ഓപ്പറേഷൻ റിസർച്ച് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ രവീന്ദ്രൻ ഫിലിപ്സ് എന്ന് പറയുന്ന ഓതേഴ്സിന്റെ ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തു നിന്നുള്ള ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ് ഇത്. ഓക്കെ, സം പ്രോബ്ലം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 3 റിസോഴ്സ് ഉണ്ട്. 1 ലേബർ ആണ്, 2 മെറ്റീരിയൽ ആണ്, 3 അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇൻവെന്ററി കൺട്രോൾ, പർച്ചേസ്, അതേപോലത്തുള്ള പല സാധനങ്ങളൊക്കെ ആയിരിക്കും അഡ്മിനിസ്ട്രേഷൻ എന്ന് പൊതുവെ നമ്മൾ എടുക്കുന്നത്. ലേബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. അതേപോലെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ കോസ്റ്റ്. ഇത്രയാണ് നമ്മുടെ 3 റിസോഴ്സ്. അപ്പൊ അതിന്റെ കൺസ്ട്രെയിൻസും എല്ലാം ഇവിടെ ഉണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം x1, x2, x3 ആണ് നമ്മുടെ 3 പ്രോഡക്ട്സ് ആണുള്ളത്. ആ 3 പ്രോഡക്ട്സ് എത്ര വേണം എന്നുള്ളതാണ് നമ്മുടെ ഡിസിഷൻ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ അടുത്ത പേജിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിടാം. അപ്പം താഴെ മുകളിലും താഴെയും വായിക്കാം. ഒരു സെക്കൻഡ്. കോപ്പി പേസ്റ്റ് അയക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോൾ ജനറലി ഈ സെൻസിറ്റിവിറ്റി അനാലിസിസിന്റെ ഈ വാല്യൂസ് ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾ സോഫ്റ്റ്വെയറിൽ ചെയ്താൽ മതി എന്നാണ് നമ്മുടെ സിലബസിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ സോൾവറിൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തുള്ള ഒരു ടേബിളാണ് കിട്ടുന്നത്. സെൻസിറ്റിവിറ്റി അനാലിസിസ് ഔട്ട്പുട്ട്, അതിനകത്ത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാവും ഫസ്റ്റ് റോയിൽ. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇത് ഓൾറെഡി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഒപ്റ്റിമൽ വാല്യൂ ഉണ്ടായിരിക്കും. ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇസഡിന്റെ വാല്യൂ, അതും ഓൾറെഡി നമുക്ക് സോൾവറിൽ കണ്ടുപിടിക്കാൻ അറിയാം. പിന്നെ ഷാഡോ പ്രൈസസ് ഉണ്ടാവും. ഷാഡോ പ്രൈസസ് ഓൾറെഡി നമ്മൾ എന്താന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ ഡ്യുവൽ ഫസ്റ്റ് റോയുടെ y1, സെക്കൻഡ് റോയുടെ y2, തേർഡ് റോ y3 ആണെങ്കിൽ ഷാഡോ പ്രൈസസ് ഫോർ വൺ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡ്യുവലിന്റെ y1 എന്ന് പറഞ്ഞ വാല്യൂ തന്നെയാണ് ഫസ്റ്റ് സാധനം. ഫോർ റോ 2 എന്ന് പറയുന്നത് y2 എന്ന് പറയുന്ന സാധനമാണ്. ഫോർ റോ 3 y3 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആണ്. എന്നുവെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് എന്ന് വെച്ചാൽ ഡ്യുവൽ എടുക്കുക, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡ്യുവൽ വേരിയബിൾസിന്റെ വാല്യൂ ആണ് ഈ ഷാഡോ പ്രൈസസ് എന്ന് പറഞ്ഞ് മൂന്നാമത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി അനാലിസിസ് ഇസ് നോട്ട് ദി ഓൺലി ഔട്ട്പുട്ട്. അപ്പോൾ എന്താണ് ഈ സെൻസിറ്റിവിറ്റി അനാലിസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് ആദ്യം ഞാനൊന്ന് പറഞ്ഞ ശേഷം നമുക്ക് ഈ അനാലിസിസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഈ സാധനം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതി പ്രോബ്ലം ചെയ്യേണ്ട കാര്യമില്ല. ഇതേപോലത്തെ ടേബിൾസ്, ഇനി ഫർദർ അനാലിസിസിന്റെ വേറെയും ടേബിൾസ് ഉണ്ട്. ഈ ടേബിൾസ് എല്ലാം നിങ്ങൾക്ക് എക്സാമിനാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് തന്നിട്ട് ഇത് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. റിയലി ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഫോർമുലേറ്റ് ചെയ്യുക. ആസ് എഞ്ചിനീയേഴ്സ് നിങ്ങൾ ഇത് ഫോർമുലേറ്റ് ചെയ്യുക, എന്നിട്ട് യു ക്യാൻ യൂസ് എനി സോൾവർ ടു സോൾവ് ദ പ്രോബ്ലം. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും സോൾവറിനകത്തുനിന്ന്. അതേപോലെ ഈ സബ്സിക്വന്റ് ടേബിൾ, ഈ ടേബിൾ എന്താണെന്ന് ഞാൻ പറയാം. അതുപോലത്തുള്ള വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. വൺസ് ദീസ് ഡേറ്റ ആർ ജനറേറ്റഡ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അത് ഇന്റർപ്രറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണം എന്നുള്ളതാണ് എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങളുടെ ജോലി. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സെൻസിറ്റിവിറ്റി അനാലിസിസ്, എന്തിനാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്? അതാണ് നമ്മുടെ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സാധനം. അപ്പൊ നമ്മൾ ഒരു OR മോഡൽ, ഈ എഴുതിയിരിക്കുന്ന സാധനമാണ് ORന്റെ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കാണും, മൾട്ടിപ്പിൾ കൺസ്ട്രെയിൻസ് കാണും, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് കാണും. ഈ ഒരു ഫോർമുലേഷനാണ് നമ്മൾ ബേസിക്കലി ഒരു LPP മോഡൽ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മോഡൽ എന്നാണ് വിളിക്കുന്നത്. ഇനി ഏതൊരു മോഡലിലും നമ്മൾ ഒരു ഇൻപുട്ട് കാണും, നമുക്കൊരു ഔട്ട്പുട്ടും കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന എന്തൊക്കെയാണ്? ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോസ്റ്റ് ആണ്. കോസ്റ്റ്, ഇപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് വെക്ടർ എന്ന് പറയുന്ന 10, 6, 4 എന്ന് പറയുന്നതാണ് കോസ്റ്റ് വെക്ടർ. ഞാൻ അതിനെ കോസ്റ്റ് എന്ന് ഇവിടെ മാർക്ക് ചെയ്തു, കോസ്റ്റ്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മുടെ റിസോഴ്സസ് ആണ്. ഇവിടുത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ B വെക്ടർ ആണ്. 10, 600 എന്താണ് RHS, റൈറ്റ് ഹാൻഡ് സൈഡ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ C വെക്ടർ നമ്മൾ പൊതുവെ വിളിക്കും. ആദ്യത്തെ കോസ്റ്റിനെ കളർ C, ഇവിടെ കോസ്റ്റ് C. RHS എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ വിളിക്കുന്നത് B എന്നാണ്. RHS B. 100, 600, 300 എന്ന് പറയുന്നതാണ് B. ഇനി നമ്മൾ ബേസിക്കലി നമ്മളൊരു സാധനം നമ്മൾ കൊടുക്കുന്നത് A എന്ന് പറയുന്ന കോഷ്യൻസ് ആണ്. A എന്ന് പറയുന്ന കോഷ്യൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ മെട്രിക്സിനകത്തുനിന്ന് ഇവിടുത്തെ കോഷ്യൻസ് ആണ്. ഓരോ റോഡേയും ഞാൻ എല്ലാ റോഡേയും എഴുതുന്നില്ല. A1, A2, A3 എന്ന് പറഞ്ഞ ഈ ഇത്രയും സാധനം 9. ഇതാണ് A എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് ബേസിക്കലി ഇത് എന്താണ്, കോഷ്യൻ മെട്രിക്സ് ആണ്. കോഷ്യൻ മെട്രിക്സ്. ഓക്കെ, ഇനി നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? X1, X2, X3 കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ അതിന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഇസഡും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. പച്ചയിലുള്ളതാണ് ഔട്ട്പുട്ട്, ബാക്കി എല്ലാമാണ് നമ്മുടെ ഇൻപുട്ട്. എന്ന് വെച്ചാൽ കോസ്റ്റ്, ഓരോ ഇൻഡിപെൻഡന്റ് പ്രോഡക്റ്റിന്റെയും കോസ്റ്റോ അല്ലെങ്കിൽ ബേസിക്കലി പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഞാൻ കോസ്റ്റ് C എന്ന് എഴുതി എന്നുള്ളൂ. ബേസിക്കലി അത് പ്രോഫിറ്റ് ആവാം, പ്രോഫിറ്റ്. പിന്നെ നമ്മുടെ റിസോഴ്സ്, എന്തുമാത്രം റിസോഴ്സിന്റെ
നമുക്ക് അവൈലബിൾ ആണ് 100-600 ലേബർ 100 hours അവൈലബിൾ ആണ്, മെറ്റീരിയൽ 600 കിലോസ് അവൈലബിൾ ആണ്, അഡ്മിനിസ്ട്രേഷൻ ഉള്ള എത്ര എന്നുള്ളത് 300 യൂണിറ്റ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത ഇൻപുട്ട്. ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതൊരു ഇൻപുട്ട് വേരിയബിൾ അല്ല. ഇത് ബേസിക്കലി നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ദിസ് ഇസ് മോർ ലൈക്ക് എ കോൺസ്റ്റന്റ്. അതിന് ഇതെല്ലാം വേരിയബിൾസ് ആണ്. വേരിയബിൾസ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പോൾ ഫസ്റ്റ് ഇതൊരു അലമാര ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക, സ്റ്റീൽ അലമാര. നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് X1 എന്ന് പറയുന്ന ഒരു അലമാരയാണെന്ന് വിചാരിക്കുക, X2 എന്ന് പറയുന്ന ഒരു സ്റ്റീൽ വിൻഡോ ആണെന്ന് വിചാരിക്കുക, X3 എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റീൽ കട്ടിലാണെന്ന് വിചാരിക്കുക. 3 പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റീൽ അലമാര ഉണ്ടാക്കാൻ എത്ര ലേബർ വേണം? ഒരു യൂണിറ്റിന് 1 hour ലേബർ എന്ന് വിചാരിക്കുക. സ്റ്റീൽ കട്ടിൽ ഉണ്ടാക്കാനും 1 യൂണിറ്റിന് 1 hour ലേബർ ആണെന്ന് വിചാരിക്കുക. സ്റ്റീൽ വിൻഡോ ഉണ്ടാക്കാനും 1 യൂണിറ്റിന് 1 hour ലേബർ ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഈ 1 ആക്ച്വലി മാറ്റമില്ല, അൺലെസ് ദ പ്രോഡക്റ്റ് ഇറ്റ്സെൽഫ് ചേഞ്ചസ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കോഎഫിഷ്യൻസിന് പൊതുവെ മാറ്റം വരാറില്ല. അല്ലെങ്കിൽ മെറ്റീരിയൽ, ഒരു സ്റ്റീൽ അലമാര ഉണ്ടാക്കാൻ വേണ്ടി 10 കിലോ സ്റ്റീൽ വേണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോ ഉണ്ടാക്കാൻ 4 കിലോ സ്റ്റീൽ വേണം എന്ന് വിചാരിക്കുക. അടുത്ത സ്റ്റീൽ നമ്മുടെ കട്ടിൽ ഉണ്ടാക്കാൻ 5 കിലോ സ്റ്റീൽ വേണം എന്ന് വിചാരിക്കുക. അപ്പൊ അതിനും ബേസിക്കലി ഈ കോഎഫിഷ്യൻസിന് മാറ്റമില്ല, പ്രൊവൈഡഡ് നമ്മുടെ ഇത് അലമാരയും വിൻഡോയും കട്ടിലുമാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡിസൈൻഡ് സാധനമാണെങ്കിൽ ഈ 10 എന്ന് പറയുന്നത് ബേസിക്കലി ടാക്സ് ലൈക്ക് എ കോൺസ്റ്റന്റ്. ഓക്കെ, പക്ഷേ മാർക്കറ്റിനനുസരിച്ച് ഈ 10, 6, 4 എന്നുള്ള വേരി ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റ് വേരി ചെയ്യാം. ഇല്ല, തീർച്ചയായിട്ടും വേരി ചെയ്യാം. മാർക്കറ്റ് ഇപ്പം ഡിമാൻഡ് ഇതിനനുസരിച്ച് നമ്മുടെ വാല്യൂസിന് മാറ്റം വരും. അതേപോലെ തന്നെ മാനേജേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നത്, ഈ ലേബർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കൂടുവോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഷാഡോ പ്രൈസസ് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇസഡ് എന്ത് മാത്രം കൂടും, അത് കൂടണമെന്നുള്ള ഡിസിഷൻ നിങ്ങൾ ആസ് എ മാനേജർ നിങ്ങൾ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ കൂടുതൽ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇസഡ് കൂടുവോ എന്നുള്ളതാണ്. നമ്മുടെ റിസോഴ്സിനകത്ത് നമുക്ക് ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇറ്റ് ഇസ് ഓൾസോ വേരിയബിൾ RHS എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി നമ്മൾ ഇതുവരെയുള്ള ചെയ്തതെല്ലാം ഒരു പ്രോബ്ലം സെറ്റ് ചെയ്തു, അത് സോൾവ് ചെയ്യാനേ പഠിച്ചുള്ളൂ. ഇനി നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, നിങ്ങളൊരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ, മാനേജറിയൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ വാല്യൂസ് ഒക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണോ, ചേഞ്ച് ചെയ്യാതെ ഇങ്ങനെ മതിയോ? നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമം പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കമ്പനിയാണ്, നിങ്ങൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതാണ് നിങ്ങളുടെ ജോലി, റൈറ്റ്? അപ്പോ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഓഫ് X1, X2, X3 ഇതിന്റെ വാല്യൂസ് ആണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഹൗ ഒപ്റ്റിമൽ സൊല്യൂഷൻ വിൽ ചേഞ്ച് വിത്ത് ദ ചേഞ്ചസ് ഇൻ ഇൻപുട്ട് ഡാറ്റ. അതായത് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? 10, 6, 4ഉം ഈ 100, 600, 300. ഈ സാധനം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇസഡ് കൂടുവോ കുറയുവോ എന്നുള്ള സാധനം. അതേപോലെ X1, X2, X3 എന്ത് മാറ്റം വരും? ഈ സാധനമാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സാധനം. അപ്പോൾ ഇതൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്, ആദ്യം നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് എടുക്കണം, നമ്മൾ ഒപ്റ്റിമൽ ഇസഡിന്റെ വാല്യൂസ് എടുക്കണം, നമ്മുടെ ഡ്യുവലിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഷാഡോ പ്രൈസസ് നമുക്ക് എടുക്കണം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് പറയാം, അത് നമ്മൾ എടുക്കണം. അതിനുശേഷം ഏത് ലിമിറ്റിലാണ് നമ്മുടെ ഓരോ വേരിയബിളും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് മാറുന്നത് എന്നുള്ള സാധനങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. അത് ഫോർ വേരിയബിൾസും അനലൈസ് ചെയ്യണം, നമ്മുടെ RHS ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസ്റ്റൻസും നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, ഇത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ മീനിങ് എന്നുള്ളത് നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് അവർ. ഓക്കെ, അപ്പോൾ എന്താണ് സെൻസിറ്റീവ് അനാലിസിസ് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ 2 സാധനം, ഒന്ന് നമ്മുടെ RHSലെ വാല്യൂസും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ നമ്മുടെ കോഎഫിഷ്യൻസും, ഇതെന്ന് പറയുന്നത് സബ്ജക്ട് ടു ചേഞ്ച് ഇൻ എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ആ സമയത്ത് അത് ഓരോന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സൊല്യൂഷൻ ചേഞ്ച് ചെയ്യുന്നത്
ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസഡ് ഇതെല്ലാം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റഡിയാണ് അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസ് ആണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഒരു ഡെഫിനേഷൻ പറയുന്നത്. വിൽ ഡിസ്കസ് ദ റിമൈനിങ് ഐ ഗസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ആരെങ്കിലും അറ്റൻഡൻസ് പറയാൻ വിട്ടുപോർക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യും. സാർ 73. അതിന് അറ്റൻഡൻസ് പറയുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം എടുക്കാം. ഇത് ഓക്കെ ആണോ? ഈ സെൻസിറ്റിവിറ്റി അനാലിസിസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു ഫീഡ്ബാക്ക് വന്നോളൂ. ഓക്കെ, റൈറ്റ്. സോ ലെറ്റ്സ് ഡിസ്കസ് ദ റിമൈനിങ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഞാനിത് അറ്റൻഡൻസിന്റെ കാര്യം ഞാൻ വിളിക്കാം ആദ്യം മുതൽ, അപ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ, 1 to 10 ആരെങ്കിലും ഉണ്ടേ പറഞ്ഞു. സാർ 10%. 10%. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 11 to 20 ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. 14%. 14. പിന്നെ 13%. 15%. ഓക്കെ, അടുത്ത് 21 to 30 ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. Sir, 27. 22. പിന്നെ ആരാ? 27. 27. പിന്നെ 29. 29. ഓക്കെ, അടുത്തത് 31 to 40 ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. 32. 40. 32, 40. 40. ആരെങ്കിലും 33. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അടുത്ത 41 to 50 ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. സാർ 50. 50. പിന്നെ ആരുമില്ല. ഓക്കെ, 51 to 60 ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. 56. 56. ഓക്കെ, അടുത്ത 61 to 70. 67. അടുത്ത 71 to 80. 73. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് 3:15 ഇതേ ലിങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ